ഹലോ കുട്ടികളെ, കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ? നിങ്ങളൊക്കെ വ്യാസമഹർഷിയുടെ ജനനകഥ കേട്ടല്ലോ അല്ലേ? ഇന്ന് കഥമുത്തശ്ശി വ്യാസമഹർഷിയുടെ പുത്രനായ ശ്രീശുക മഹർഷിയുടെ കഥ പറഞ്ഞു തരാം. സത്യവതി പുത്രനായ വേദവ്യാസ മഹർഷി സരസ്വതി തീരത്തുള്ള തൻ്റെ ആശ്രമത്തിൽ കഴിയുന്ന സമയത്ത് ഒരിക്കൽ 2 കുരിയിൽ പക്ഷികൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊണ്ട് കൊടുക്കുന്നതും കുട്ടികളെ ലാളിക്കുന്നതും ഒക്കെ കണ്ടു. അത് കണ്ട മഹർഷിക്ക് തനിക്കും അതുപോലെ ഒരു മകൻ വേണമെന്നൊരു ആഗ്രഹം തോന്നി. തീയ്, വെള്ളം, കാറ്റ്, ആകാശം, ഭൂമി എന്നിവയുടെ എല്ലാം ഗുണങ്ങൾക്ക് തുല്യനായ ഒരു പുത്രൻ ഉണ്ടാവണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. തൻ്റെ ആഗ്രഹപ്രകാരമുള്ള ശ്രേഷ്ഠനായ ഒരു പുത്രനെ ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നാരദമുനിയുടെ ഉപദേശപ്രകാരം പാർവതി പരമേശ്വരന്മാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി തപസ് ചെയ്യുന്നതിന് വേണ്ടി മേരു പർവ്വതത്തിലേക്ക് പോയി. വായു മാത്രം ഭക്ഷിച്ച് അതികഠിനമായ തപസ്സാണ് വേദവ്യാസ മഹർഷി അനുഷ്ഠിച്ചത്. 100 വർഷമാണ് അദ്ദേഹം അതികഠിനമായ തപസ്സനുഷ്ഠിച്ചത്. അത്ര കഠിനമായിട്ടുള്ള തപസ്സനുഷ്ഠിച്ചിട്ടും അദ്ദേഹത്തിനൊരു ക്ഷീണോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല. അതെങ്ങനെ തപസ്സനുഷ്ഠിച്ച് അദ്ദേഹത്തിൻ്റെ ജടയൊക്കെ ഇങ്ങനെ തീജ്വാല പോലെ തിളങ്ങാൻ തുടങ്ങി. അങ്ങനെ 100 വർഷം കഠിനമായ തപസ്സനുഷ്ഠിച്ച വ്യാസമഹർഷിയുടെ മുമ്പിൽ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് ശ്രേഷ്ഠനായ ഒരു പുത്രൻ ജനിക്കുമെന്ന് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. മഹാതേജസ്വിയും ജ്ഞാനിയും കീർത്തിമാനും സത്യസന്ധനും ഒക്കെയായ ഒരു പുത്രനാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നാണ് ശ്രീ പരമേശ്വരൻ വ്യാസമുനിയെ അനുഗ്രഹിച്ചത്. ശ്രീ പരമേശ്വരൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമെല്ലാം കിട്ടിയപ്പോൾ വളരെ സന്തോഷത്തോടെ വ്യാസമഹർഷി തൻ്റെ ആശ്രമത്തിൽ തിരിച്ചെത്തി. അദ്ദേഹം അഗ്നി ഉണ്ടാക്കുന്നതിന് വേണ്ടി അരണി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യാസമഹർഷിയെ പോലെ തന്നെ രൂപസൗന്ദര്യമുള്ള ഒരു പുത്രനെ ലഭിച്ചു. വ്യാസമഹർഷി തന്നെ തൻ്റെ മകന് ജനിച്ചു കഴിഞ്ഞാലുള്ള ജാതകർമാദികളെല്ലാം ചെയ്ത് ശുഗനെന്ന് പേരിടുകയും ചെയ്തു. തേജസ്വിയായ ആ കുട്ടി ജനിച്ച ഉടൻ തന്നെ പെട്ടെന്ന് വളർന്ന് വലുതായി. അപ്പോൾ പാർവതി പരമേശ്വരന്മാർ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ശുഗമഹർഷിയുടെ ഉപനയനമെല്ലാം നടത്തി. ആ സമയത്ത് ഇന്ദ്രൻ വിശിഷ്ടമായിട്ടുള്ള കമണ്ഡലവും ദിവ്യമായിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം അദ്ദേഹത്തിന് നൽകി. ശുഗമഹർഷി ബൃഹസ്പതിയെ ഗുരുവായിട്ട് സ്വീകരിച്ച് വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചു. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയ ശുഗമഹർഷിയെ വിവാഹം കഴിപ്പിക്കാൻ വ്യാസമുനി ആഗ്രഹിച്ചു. എന്നാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും ഭൗതികമായിട്ടുള്ള സുഖങ്ങളിലൊന്നും യാതൊരു ആഗ്രഹവുമില്ലാതിരുന്ന ശുഗമുനി പുരാണ സംഹിതകളെല്ലാം അച്ഛനിൽ നിന്ന് പഠിച്ചു. അദ്ദേഹത്തിന് മോക്ഷം പ്രാപിക്കാനുള്ള വഴിയെപ്പറ്റി അറിയണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഭൗതികമായിട്ടുള്ള യാതൊരു വിധ ആഗ്രഹങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ശുഗമഹർഷി മോക്ഷപ്രാപ്തിക്കുള്ള അറിവ് നേടുന്നതിന് വേണ്ടിയിട്ട് വ്യാസമുനിയുടെ നിർദ്ദേശപ്രകാരം മിഥിലയിലെ ജനകരാജാവിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ശുഗമഹർഷിക്ക് ആകാശമാർഗമൊക്കെ സഞ്ചരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യാതെ കാൽനടയായിട്ട് നടന്ന് യാത്ര തുടങ്ങി. ജീവൻ മുക്തനും ബ്രഹ്മജ്ഞാനിയും ശാന്തനും യോഗിയുമൊക്കെയായ ആ ജനക മഹാരാജാവ് രാജ്യം ഭരിച്ചുകൊണ്ട് തന്നെ സംതൃപ്തനായിട്ട് ഭൗതിക സുഖങ്ങളിൽ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ തന്നെ കഴിയുന്നത് എങ്ങനെയാണെന്ന് കണ്ടറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശുഗമഹർഷി അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി മിഥിലേക്ക് പോയത്. തൻ്റെ സംശയങ്ങളെല്ലാം മാറിയതിന് ശേഷം വീണ്ടും തിരിച്ച് തൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ ചെല്ലാമെന്ന് അച്ഛനോട് വാക്കു പറഞ്ഞിട്ടാണ് ശുഗമഹർഷി യാത്രയ്ക്ക് പുറപ്പെട്ടത്. 2 വർഷം കൊണ്ട് മേരുപർവ്വതവും 1 വർഷം കൊണ്ട് ഹിമാലയ പർവ്വതവും എല്ലാം കടന്ന് നടന്ന് അദ്ദേഹം മിഥിലയിൽ എത്തിച്ചേർന്നു. വളരെ സന്തോഷത്തോടെ ധർമ്മിഷ്ഠരായി കഴിയുന്ന മിഥിലയിലെ ജനങ്ങളെ കണ്ടുകൊണ്ട് അദ്ദേഹം രാജകൊട്ടാരത്തിലെത്തി. അപ്പം ശ്രേഷ്ഠനായിട്ടുള്ള ആ മുനിയെ കണ്ട്
ദ്വാരപാലകർ അദ്ദേഹത്തെ വണങ്ങി കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കടത്തിവിട്ടു. പരിചാരകർ വേഗം വന്ന് അദ്ദേഹത്തിന് നല്ല ഭക്ഷണമെല്ലാം കൊടുത്ത് അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. എന്നാൽ ഇന്ദ്രിയങ്ങളെല്ലാം ജയിച്ച ആ ശുഗമുനിക്കാണെങ്കിൽ സന്തോഷവും ദുഃഖവും എല്ലാം ഒരുപോലെയായിരുന്നു. അദ്ദേഹത്തിന് ആ രാജകൊട്ടാരത്തിലെ വലിയ വലിയ സൗകര്യങ്ങളിലൊന്നും ഒരു ആഗ്രഹവും തോന്നിയില്ല. വ്യാസമഹർഷിയുടെ മകൻ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് ജനകരാജാവ് വേഗം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി. കുശല പ്രശ്നങ്ങളും സൽക്കാരങ്ങളും എല്ലാം വേണ്ട വിധത്തിൽ ചെയ്തതിന് ശേഷം അദ്ദേഹം ശുഗമുനി തന്നെ കാണുവാൻ വന്നതിൻ്റെ കാരണം അന്വേഷിച്ചു. ശുഗമുനി ജനകരാജാവിനോട് പറഞ്ഞേ, മോക്ഷം മാത്രം ആഗ്രഹിക്കുന്ന താൻ വിവാഹം കഴിക്കണമെന്നാണ് വ്യാസമഹർഷി ആഗ്രഹിക്കുന്നത്. എന്നാൽ ഭൗതിക കാര്യങ്ങളിൽ മുഴുകിക്കഴിഞ്ഞാൽ തൻ്റെ തപസ്സൊക്കെ ഒക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് താൻ കരുതുന്നു. അതുകൊണ്ട് ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകിയാലും ജീവൻ മുക്തനായിട്ട് യാതൊന്നിനോടും ബന്ധപ്പെടാതെ എങ്ങനെ ജീവിക്കണമെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താൻ അച്ഛൻ്റെ ഉപദേശപ്രകാരം ഇവിടെ എത്തിയതെന്ന് ശുഗമുനി ജനകരാജാവിനോട് പറഞ്ഞു. ഒറ്റയ്ക്ക് ഒന്നിനോടും ഒരാഗ്രഹമില്ലാതെ കഴിയുക എന്നുള്ളതാണ് തൻ്റെ ഉദ്ദേശം എന്ന് മുനി രാജാവിനെ ധരിപ്പിച്ചു. ഈ ശുഗമുനി പറയുന്നതൊക്കെ കേട്ടിട്ടേ ജനക മഹാരാജാവ് ഈ ശുഗമഹർഷിയോട് പറഞ്ഞേ, മനസ്സ് നിർമ്മലമാക്കി വെച്ചാൽ എല്ലാ കാര്യങ്ങളും സമഭാവനയോടെ കാണാൻ പറ്റുന്നു. അങ്ങനെ എല്ലാം സമഭാവനയോടെ കാണുന്ന ഏതൊരാൾക്കും സുഖവും ദുഃഖവും ഒരുപോലെയാകുന്നു. അത്തരം ആളുകൾക്ക് എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും മനസ്സ് ശാന്തമാക്കി തന്നെ വയ്ക്കാൻ സാധിക്കുമെന്നും രാജാവ് കുറേ ഉദാഹരണങ്ങളിലൂടെ ശുഗമുനിക്ക് പറഞ്ഞു കൊടുത്തു. ഈ കാണുന്ന ശരീരം, ധനം, രാജ്യം ഇതൊന്നും എൻ്റേതല്ല എന്നുള്ള ചിന്തയോടെ ജീവിച്ചാൽ ജീവൻ മുക്തി ലഭിക്കും എന്നുള്ള തത്വം രാജാവ് ശുഗമഹർഷിക്ക് മനസ്സിലാക്കി കൊടുത്തു. തൻ്റെ സംശയങ്ങളെല്ലാം തീർന്നപ്പോൾ ആ ശുഗമഹർഷി സന്തോഷത്തോടെ രാജാവിനോട് യാത്ര ചോദിച്ച് തിരിച്ച് വ്യാസമഹർഷിയുടെ ആശ്രമത്തിലെത്തി. പിന്നീട് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം പിതൃക്കളുടെ പുത്രിയായിരുന്ന പീവരിയെ വിവാഹം ചെയ്തു. അവർക്ക് 4 പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായി. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം നാരദമുനിയുടെ ഉപദേശപ്രകാരം കൈലാസത്തിൽ പോയി തപസ് ചെയ്തു. തൻ്റെ തപശക്തി കൊണ്ട് അദ്ദേഹം ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി മോക്ഷം പ്രാപിച്ചു. തൻ്റെ മകൻ തന്നെ വിട്ടുപോയി എന്നറിഞ്ഞ് വേദവ്യാസ മഹർഷിക്ക് വല്ലാത്ത സങ്കടമായി. അദ്ദേഹം ഇങ്ങനെ കരയാൻ തുടങ്ങി മകനെ വിളിച്ചിട്ട്. അപ്പം ആ സമയത്ത് പരമശിവൻ അവിടെ എത്തി, യോഗിശ്രേഷ്ഠനായിട്ടുള്ള അങ്ങയുടെ മകന് ആത്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി മകനെ പറ്റി ആലോചിച്ചൊരിക്കലും വിഷമിക്കരുത് എന്ന് വ്യാസമഹർഷിയോട് പറഞ്ഞു. അപ്പോൾ വ്യാസമഹർഷി പറഞ്ഞു, തനിക്ക് തൻ്റെ മകനെ കണ്ട് മതിയായില്ല. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയപ്പോൾ വ്യാസമഹർഷിക്ക് ശ്രീപരമേശ്വരൻ ശുഗമുനിയുടെ ഛായ കാണിച്ചു കൊടുത്തു. അങ്ങനെ തൻ്റെ മകൻ മോക്ഷം പ്രാപിക്കുകയും തൻ്റെ ശിഷ്യന്മാരെല്ലാം പഠനം കഴിഞ്ഞ് പോവുകയും ചെയ്തപ്പോൾ വ്യാസമുനി തൻ്റെ ആശ്രമം വിട്ട് അമ്മയായ സത്യവതിയെ കാണുവാനായി അമ്മയുടെ സ്ഥലത്തെത്തി. എന്നാൽ അമ്മയുടെ സ്ഥലത്തെത്തിയപ്പോഴാണ് അറിഞ്ഞത് ശാന്തനു മഹാരാജാവിനെ വിവാഹം ചെയ്ത് തൻ്റെ അമ്മ അവിടെ നിന്ന് പോയി രാജകൊട്ടാരത്തിൽ താമസമാക്കി എന്നറിഞ്ഞു. അപ്പം ഇതറിഞ്ഞ മഹർഷി വീണ്ടും ആശ്രമത്തിലെത്തി തപസ്സിൽ മുഴുകി. ശുഗമഹർഷിയാണ് പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത്. ഈ കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? മറ്റൊരു കഥയുമായിട്ട് കഥമുത്തശ്ശി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.